നിങ്ങളിങ്ങനെ ഈ ചർച്ച ചെയ്തോണ്ടിരിക്കാനുള്ളതൊന്നും നടക്കണ കാര്യമല്ല കേട്ടോ ജെസ്സി. വാശിയിലാണെങ്കിൽ വാശി തന്നെയാ. നമുക്കും പോവാ ജയ ടൂറ് ആലോചിക്കാടി. അതെ നോക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. പരീക്കുട്ടി റസിയൻ ടൂറ് പോണ അന്ന് തന്നെ വാസുട്ടിയും ടൂറ് പോകും. മല്ലികേനെയും അമ്മേനെ 2 കുട്ടികളെയും പറക്കിട്ടിട്ടു. എവിടേക്കാ ചവിടക്കി വാക്കാണ്. ഞാൻ മുമ്പിലേക്ക് വെച്ച കാല് പറവോട്ട് വെക്കില്ല, അറിയാലോ. ഇതാണ് തീരുമാനം. അങ്ങനെ തീരുമാനിക്കേ. അതിനിപ്പോ കടം വാങ്ങിട്ട് പോകേണ്ടതായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ പോവില്ല. അതെ, നമ്മൾ തീരുമാനിച്ച പ്രകാരം തന്നെ പരീക്കയും റസിയും നമ്മളെല്ലാവരും കൂടി ഊട്ടിക്ക് തന്നെ പോകും. എന്താ കുഴപ്പമുണ്ടോ? എന്താ ഈ പറയണ? എവിടുന്ന് നടക്കാനാണ്? അത് റസിയ വഴങ്ങുമോ? റസിയാനൊക്കെ നമ്മ വഴക്കും. അത് ഞങ്ങളും ഊട്ടിക്കോ? ആ, നിങ്ങൾ മൂന്നാറ് പോകില്ല, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഊട്ടിക്ക് പോകും. അതിന് വിദ്യയുണ്ട്. എന്ത് വിദ്യ? ഏടാ ചെങ്ങായി, ഇതുവരെ പറഞ്ഞ ഒരു കാര്യം എന്റെ വിദ്യ നടന്നിട്ടില്ല. ഇതെങ്കിലും നടക്കുവോ? അതിനെക്കുറിച്ച് എനിക്ക് ധാരണ ഉണ്ട്. ഇത് എനിക്കൊരു ലാസ്റ്റ് ചാൻസ് നിങ്ങൾ താ. ഞാൻ പറയണ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നാ നമ്മളെല്ലാരും കൂടി ഊട്ടിക്ക് പോകും. വല്ല ഉടായ്പ ഐഡിയ ആയിരിക്കുവേ. നീ വരണ്ടെന്ന നിന്റെ ഭാര്യക്ക് നിന്റെ വിശ്വാസമില്ലേ? നീ വരണ്ടെന്ന് വന്നാ വിശ്വാസമില്ലേ പിന്നെ അതിന്റെ ഇടയിൽ വന്ന് നിൽക്കണം. അങ്ങനെയാണ് എന്റെ കാര്യങ്ങള്. അതെ, ഇത് നടക്കും, ഉറപ്പാണ്. നമ്മൾ ഇറങ്ങുന്ന നേരം വരെ നമ്മൾ ഈ ഒന്നിച്ചാണ് പോണേന്നുള്ള റസിയ അറിയരുത്. റസിയ അറിയരുത്. ബാക്കി ഞാൻ ചെയ്തോളാന്ന്. അപ്പൊ നീ പാക്ക് ചെയ്ത് വെച്ചോ. നമ്മളെല്ലാരും കൂടി പറഞ്ഞ സമയത്ത് തന്നെ ഊട്ടിക്ക് പുറപ്പെടേണ്ട. ഒന്നും തീരുമാനിക്കാനില്ല ഇനി. അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനം വേണ്ടെന്ന്. പൂത്തിരി എത്തിച്ച മാതിരിയായി. ഉറപ്പല്ലേ? ഉറപ്പാണ്. ബാക്കി ഞാൻ ചെയ്തോളാം. അതിനുള്ള ഐഡിയ എന്റെ അടുത്ത് ഉണ്ട്. മതിയാന്ന് പറയാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവിടെ അല്ലടാ, അവിടെയല്ല, ഇവിടെ ഈ കഴുത്തില്ലേ, ഇതിന്റെ ഇവിടുന്ന് ഈ ഷോൾഡറിന്റെ അവിടെ, അവിടെ തന്നെ. ഇപ്പൊ തന്നെ 2 മിഠായിക്കുള്ള ആടെ മിഠായിയൊക്കെ മേടിച്ച് തരാ. നീ ആദ്യം അത് ഞെക്ക് ശരിക്ക്. മതിയാന്ന് പറയാൻ കുറച്ച്. ഇവിടെ 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 4 മിഠായി. ശരി, 4 10 മേടിച്ചു തരാന്ന് നിനക്ക്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ രണ്ടാളും. പരിക എന്താണ് നീ വാപ്പാനെ ഞെക്കി കൊല്ലുവോ? എന്തായി? നല്ലത്. അതെ, ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇവിടത്തെ അവസ്ഥ? ഇവിടെ ഞങ്ങള് വൈകുന്നേരം പോവും അല്ലേ? വൈകുന്നേരമാണ് പോവാൻ നിക്കണേ. ഞങ്ങളൊരു 11 മണിക്ക് പുറപ്പെടും. ഞാനിപ്പോ അവിടെ നിന്ന് വണ്ടിയിൽ കുഞ്ഞൂട്ടനെ കയറ്റി ജെസ്സിയും ഞാനുമായിട്ട് ഇവിടെ വന്ന് വാസുകുട്ടീനെ എടുത്തിട്ട് ഒരു 11 മണിക്ക് പുറപ്പെടാന്നാ തീരുമാനിച്ചാണ്. ഞങ്ങള് ഊട്ടി കൊടൈക്കനാല് അങ്ങനെ സ്ഥലം. അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട് കൊടൈക്കനാല്. കൊടൈക്കനാലൊക്കെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. നമ്മള് മൂന്നാറ് ചെറിയൊരു പ്രശ്നം ഉണ്ടോ വരിക. അവിടെ ഈ മണ്ണിടിഞ്ഞിട്ടേ, മലയൊക്കെ ഇടിഞ്ഞ് റോട്ടിൽ വീണിട്ട് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ട് ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കടത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചേരി. അന്ന് മലയൊക്കെ ഇടിഞ്ഞു. മൂന്നാറ് മണ്ണിടിച്ചിലാണ്. വന്നേ ഇത് കേട്ടോ. എന്താ നമ്മുടെ പോക്കൊക്കെ മൂന്നാറേക്കല്ലേ നിങ്ങളുടെ ട്രിപ്പ്? പക്ഷെ മൂന്നാറേ മണ്ണിടിഞ്ഞിട്ട് റോഡൊക്കെ ബ്ലോക്കായി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കെന്ന് പറയണം. അത് ഇന്നലെ അതേ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, വാട്സാപ്പിലുണ്ടല്ലോ. പിന്നെ നമ്മള് ബുക്ക് ചെയ്ത ഹോട്ടലുകാർ നമ്മളെ വിളിച്ച് പറയൂലേ? അത് പറയായിരിക്കും. കണ്ട എന്താ റബ്ബേ, ആറ്റും നോറ്റ് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് അല്ല അത് കഴിയുമ്പോ പോകാല്ല, ഇനിയും പോകാല്ല. അതൊക്കെ ക്ലിയർ ആവുമ്പോ അല്ല പോവാന്നുള്ളല്ലടാ. എന്താ ചെയ്യാ പടച്ച റബ്ബേ. അന്നൊരു പണിയായി. ഞങ്ങളുടെ വണ്ടിയില് സീറ്റ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങള്. അതൊന്നും ശരി. അതെന്താ വെച്ചാല് ഓളുടെ ആങ്ങളാണ്. അവൻ അത് ഇത്ര ആഗ്രഹിച്ച് നമുക്കൊരു സംഭവമൊക്കെ ചെയ്ത് തന്ന് ഇത്രയും പൈസയും ചെലവാക്കി അതൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മള് പോവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഞോന്റെ ആങ്ങളെയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും മൂന്നാറ് പോക്ക് ഈ മാസം നടക്കൂല. നീ പോര്. എന്താ പറഞ്ഞു പോലെ എങ്ങോട്ട് പോട്ടെ? പാപ്പിച്ചില്ലാണ്ട് എങ്ങനെ അയച്ചു പോണേ ഒറ്റക്ക്? അല്ല, ഓൻ പോയിക്കോട്ടെ. ഓൻ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ നമ്മള് പോവാറുണ്ടോ? നീ റെഡിയായി നിന്നോ വണ്ടി? അവൻ ഒറ്റക്ക് വിടാനോ? എന്നാ പിന്നെ ഇജ്ജും പോയിക്കോ.
നിങ്ങളില്ലാതെയോ? ഞാൻ വന്നാൽ ശരിയാവില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞ എന്ത് പരീക്ഷ പറയണ വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാർ പോകാന്നല്ലേ പറഞ്ഞുള്ളൂ. ഊട്ടിയിൽ പോകില്ല എന്ന് വാക്കൊന്നും കൊടുത്തില്ല. അതൊന്നുമില്ല. പിന്നെ മൂന്നാർ പോകാൻ പറ്റാത്ത സമയത്ത് പിന്നെ ഇവിടെ ഇരിക്കണ എന്തിനാ? നല്ലൊരു മനസ്സിലേക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നുണ്ട്. അതൊക്കെ യാത്രയിൽ മനസ്സ് സുഖമായി കിട്ടിക്കോളും. അല്ല റസിയ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് പിന്നെ അത് അന്നൊരു പണി നിങ്ങൾ എന്തേലും ചെയ്യ്, ഞാൻ അവരെ എടുത്തോണ്ട് വരട്ടെ. വാസൂട്ടിനെ എടുക്കണം. അല്ല ഞങ്ങളും കൂടി വരാം. വരണ്ട? എങ്ങനെ നമ്മക്കും കൂടി ഓരോ കൂടെ പോവാണ് ഊട്ടിക്ക്. നമ്മളങ്ങോട്ട് പോയാ മതിയോ? മതി. എന്റെ പരിക സീറ്റ് ഉണ്ടെന്ന്, വണ്ടിയില് സീറ്റ് ഉണ്ട്. വലിയ ട്രാവലറല്ലേ ഞാൻ. അല്ല അപ്പൊ ഇതിപ്പോ ഈ കാര്യത്തിൽ അത് ഓളുടെ തീരുമാനമാണ്. അല്ലാണ്ട് ഇക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവിടെ അത്രയും ആഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് അവിടെ മണ്ണിടിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് കാരണമാണ്. അല്ലാണ്ട് ഓള് പറയാച്ചാ ഓളുടെ ആഗ്രഹം നടന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോവാന്ന്. പെട്ടെന്ന് റെഡി ആയിട്ട് നിന്നോ. ഞാൻ 11 മണിക്ക് ഇവിടെ 11 മണിക്കാണ് പടച്ചോനെ. ഞങ്ങള് വൈകുന്നേരം അടുത്തേക്കാ റെഡി എന്നാ വേറെ റെഡി ആയിക്കോ. 11 മണിയാകുമ്പോഴത്തേക്കും പോകണ്ടേ?